ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്ന് നമ്മൾ മലയാളം റിവിഷൻ, മലയാളത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ റിവിഷൻ ചെയ്യുവാണ്. ഒരിക്കൽ കൂടി നോക്കുകയാണ്. ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. എക്സാം നല്ലതുപോലെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ 3rd ടേമിൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തേർഡ് ടേമിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഏത് ക്ലാസ്സാണ് വേണ്ടത് എന്നുള്ളത്. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഞങ്ങൾ ഔഷധം പറയാണ്. ഞങ്ങൾ ഔഷധം. ആരാണ് ഞങ്ങൾ? ഔഷധമായിട്ടുള്ള കുറച്ച് സസ്യങ്ങളുടെ പേര് പറഞ്ഞ്, കുറച്ച് ഇലകളുടെ പേര് പറഞ്ഞ്. തുളസി ഇല കണ്ടിട്ടുണ്ടോ? മല്ലിയില, ഞവരയില, വെറ്റില, ഇതെല്ലാം ഔഷധങ്ങളാണ്. തുളസിയില, മല്ലിയില, ഞവരയില, വെറ്റില, ഇതെല്ലാം ഔഷധങ്ങളാണ്. അതുപോലെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഇലകൾ ഏതൊക്കെയാണ്? തകര, ചേമ്പില, മുരിങ്ങയില, ചീര. ചീര, മുരിങ്ങയില, ചേമ്പില, തകര, ഇവ എന്തായിട്ടാണ് ഉപയോഗിക്കുക? ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഭക്ഷണത്തിന് രുചിയും മണവും കൂട്ടാൻ ആരൊക്കെ ഉപയോഗിക്കുക? ഏതൊക്കെ ഇലകളാണ് ഉപയോഗിക്കുക? കറിവേപ്പില, വയനയില, പുതിനയില, മല്ലിയില. ഇവ എന്തിനാണ്? ആഹാരത്തിന് രുചിയും മണവും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കറിവേപ്പില, വയനയില, പുതിനയില, മല്ലിയില. മണമുള്ളവർ ആരൊക്കെയാ? മണമുള്ള ഇലകൾ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? തുളസിയില, ഞവരയില, പുതിനയില, മല്ലിയില. അപ്പോൾ മണമുള്ളവർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മണമുള്ള ഇലകൾ ഏതൊക്കെയാണ്? തുളസിയില, ഞവരയില, പുതിനയില, മല്ലിയില. ഇവിടെ ടീച്ചർ 4 കാര്യങ്ങൾ പറഞ്ഞു. ഔഷധമായിട്ടുള്ള ഇലകൾ തുളസിയില, മല്ലിയില, ഞവരയില, വെറ്റില. ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഇലകൾ തകര, ചേമ്പില, മുരിങ്ങയില, ചീര. ഭക്ഷണത്തിന് രുചിയും മണവും കൂട്ടാനായിട്ട് ഏതൊക്കെ ഇലകൾ ഉപയോഗിക്കാറുണ്ട്? കറിവേപ്പില, വയനയില, പുതിനയില, മല്ലിയില. മണമുള്ള ഇലകൾ ഏതൊക്കെയാണ്? തുളസിയില, ഞവരയില, പുതിനയില, മല്ലിയില. പഠിച്ചില്ലേ? ഓക്കെ. ഇനി ഇലകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഇലകൾ എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നേ? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞേ. ഇലകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കല്ലേ? ഭക്ഷണം പൊതിയാനായിട്ട് ഉപയോഗിക്കില്ലേ? ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഴയിലയിട്ട് അതിൽ ഭക്ഷണം കഴിക്കും. അറിയാലോ, ഊണ്, സദ്യ കഴിക്കുന്നേ. യെസ്. ഭക്ഷണം പൊതിയാൻ, ചോറ് പൊതിയാനൊക്കെ വാഴയില എടുക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാത്രം പോലെ. ഇപ്പോഴാണ് പാത്രം ഉപയോഗിക്കുക. പണ്ട് കാലങ്ങളിൽ ഇലകളിലാണ് പൊതിഞ്ഞിരുന്നത്. ഓക്കെ. അട ചൂടാനായിട്ട് വയനയില ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വേറെയും ഇലകൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ജീവികൾക്ക് കൂടുണ്ടാക്കാൻ ഇലകൾ കൊത്തിക്കൊണ്ടു പോകാറുണ്ട്. കറി വയ്ക്കാൻ ഇലക്കറികൾ വയ്ക്കാറില്ലേ? അതെ. വീടുമേയാൻ ഓല വേണ്ടേ? വേണം. അതും ഇലയല്ലേ? അതെ. ഔഷധങ്ങൾ ഉണ്ടാക്കാൻ, രോഗം വരുമ്പോൾ രോഗം മാറാനായി ഔഷധങ്ങൾ, മരുന്ന് ഉണ്ടാക്കാനായിട്ട് എന്തു വേണം? ഇലകൾ വേണം.
രുചിയും മണവും ഉണ്ടാക്കാൻ, ആഹാരത്തിന് രുചിയും മണവും കിട്ടാൻ എന്ത് വേണം? ഇലകൾ വേണം. അപ്പോൾ ഇലകൾ കൊണ്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം പൊതിയാൻ, അട ചുടാൻ, ജീവികൾക്ക് കൂടുണ്ടാക്കാൻ, കറി വയ്ക്കാൻ, വീടുമേയാൻ, ഔഷധങ്ങൾ ഉണ്ടാക്കാൻ, രുചിയും മണവും ഉണ്ടാക്കാൻ. ഓർമ്മയിരിക്കുമല്ലോ? ഓക്കെ. സസ്യം നടാൻ ഉപയോഗിക്കുന്ന ഭാഗം ഇവിടെ കണ്ടോ? ചെടികൾ കണ്ടോ? ഈ ചെടികൾ എങ്ങനെയാണ് നടുന്നത്? എന്തുപയോഗിച്ചാണ് നടുന്നത്? കമ്പ് ഉപയോഗിച്ചാണോ? വിത്ത് ഉപയോഗിച്ചാണോ? വേരുപയോഗിച്ചാണോ? എങ്ങനെയാണ്? സസ്യത്തിൻ്റെ പേരിവിടെ നൽകിയിട്ടുണ്ടേ. ചെമ്പരത്തി. ചെമ്പരത്തി എന്തുപയോഗിച്ചാണ് നടുന്നേ? കമ്പ്. എന്താണ്? കമ്പ് ഉപയോഗിച്ചാണ് നടുന്നത്. പ്ലാവ്. പ്ലാവ് എങ്ങനെയാണ് നടുന്നേ? ചക്കയിൽ നിന്നുമുള്ള കുരു വെച്ചിട്ടല്ലേ? ചക്കക്കുരു വിത്താണ്. പ്ലാവ് വിത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ചേന. ചേനയിൽ വിത്തുണ്ടാകാറുണ്ടോ? ഇല്ല. ചേന വേര്. വേരാണ് എന്തായിട്ട് മാറുന്നത്? വേര് വലുതായി എന്തായിട്ട് മാറും? നടാനുള്ള ഭാഗമായിട്ട് മാറും. പയർ. പയർ എന്താ ഉണ്ടാകുന്നേ? പയറിൽ പൂവുണ്ടായി, അത് കായായി, കായ്ക്കുള്ളിൽ വിത്തുണ്ടാകും. പയർ വിത്ത്. കരിമ്പ്. കരിമ്പ് എങ്ങനെയാ നടുന്നേ? കമ്പാണ് നടുന്നത്. റോസ്. റോസ് എന്താ നടുന്നേ? റോസ് കമ്പാണ് നടുന്നത്. മരച്ചീനിയിൽ എന്താ നടാൻ ഉപയോഗിക്കുന്നേ? കമ്പാണ്. മരച്ചീനി എന്താണ്? കമ്പ് ഉപയോഗിച്ചാണ് നടുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ: പായലുകൾ, താമര, ആമ്പൽ, കുളവാഴ, ആഫ്രിക്കൻ പായൽ. വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളുടെ പേര് പറഞ്ഞേ. പായലുകൾ, താമര, ആമ്പൽ, കുളവാഴ, ആഫ്രിക്കൻ പായൽ. ഇവ എവിടെയാ വളരുന്നേ? വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ്. വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് പായലുകൾ, താമര, ആമ്പൽ, കുളവാഴ, ആഫ്രിക്കൻ പായൽ. സസ്യങ്ങളെ തരംതിരിക്കുക. ഇവിടെ കുറച്ച് സസ്യങ്ങൾ നൽകിയിട്ടുണ്ട്. പാവൽ, റോസ, ആഞ്ഞിലി, തുളസി, പടവലം, വെറ്റില, ചെമ്പരത്തി, തേക്ക്, തെച്ചി, പയർ, പ്ലാവ്, ഞവര. ഈ സസ്യങ്ങൾ എങ്ങനെ തരംതിരിക്കാം? മരങ്ങൾ, വള്ളിച്ചെടികൾ, കുറ്റിച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ. മരങ്ങൾ, വള്ളിച്ചെടികൾ, കുറ്റിച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ. തെറ്റിപ്പോലെ കേട്ടോ. മരങ്ങൾ മാത്രമേ നൽകിയിട്ടുണ്ടാവൂ, ബാക്കി നമ്മൾ എഴുതണം. എങ്ങനെയൊക്കെയാണ്? വള്ളിച്ചെടികൾ, കുറ്റിച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ. പറഞ്ഞേ, സസ്യങ്ങൾ എങ്ങനെ തരംതിരിക്കാം? മരങ്ങൾ, വള്ളിച്ചെടികൾ, കുറ്റിച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ. ഇതിൽ മരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? മരങ്ങൾ: ആഞ്ഞിലി, തേക്ക്, പ്ലാവ്. ആഞ്ഞിലി, തേക്ക്, പ്ലാവ്. ഇത് വലിയ മരമാകും അല്ലേ? വള്ളിച്ചെടികൾ, വള്ളിയായിട്ട് പോകുന്ന ചെടികൾ ഏതൊക്കെയാണ്? പാവൽ, പടവലം, പയർ. പാവൽ, പടവലം, പയർ. കുറ്റിച്ചെടികൾ ഏതൊക്കെയാ? കുറ്റിച്ചെടികൾ: റോസ, ചെമ്പരത്തി, തെച്ചി. തെച്ചിയെന്നും തെറ്റിയെന്നും പറയും. റോസ, ചെമ്പരത്തി, തെച്ചി. ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാ? ഔഷധ സസ്യങ്ങൾ: തുളസി, ഞവര, വെറ്റില. തുളസി, ഞവര, വെറ്റില. ഇവ ഔഷധ സസ്യങ്ങളാണ്. അപ്പോൾ സസ്യങ്ങളെ തരംതിരിക്കാനായിട്ട് അറിയാലോ. മരങ്ങൾ, വള്ളിച്ചെടികൾ, കുറ്റിച്ചെടികൾ, ഔഷധ സസ്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സസ്യത്തെക്കുറിച്ച് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സസ്യം. ടീച്ചറുടെ വാഴയെക്കുറിച്ച് എഴുതാൻ പോവുകയാണ് കേട്ടോ. വാഴ. വാഴപ്പഴം പോഷക ഗുണമുള്ള ആഹാരമാണ്. സദ്യ കഴിക്കാനും
അട ചുടാനും വാഴയില വേണം. ഭക്ഷണം പൊതിയാൻ വാഴയില വേണം. ഏത്ത വാഴക്കായ് കൊണ്ട് ഉപ്പേരിയും ശർക്കര പുരട്ടിയതും പായസവും ഉണ്ടാക്കാം. വാഴച്ചുവട്ടിൽ ഉണ്ടാകുന്ന കന്ന് മുളച്ച് പുതിയ വാഴത്തൈ മുളയ്ക്കുന്നു. വാഴയെക്കുറിച്ച് എഴുതിയത് മനസ്സിലായോ? വാഴപ്പഴം പോഷക ഗുണമുള്ള ആഹാരമാണ്. വാഴയിൽ നിന്നും വാഴപ്പഴം കിട്ടില്ലേ, ബനാന. അതെ, ഇതാ നിൽക്കുന്നു കേട്ടോ. വാഴപ്പഴം പോഷക ഗുണമുള്ള ആഹാരമാണ്. സദ്യ കഴിക്കാനും അട ചുടാനും വാഴയില വേണം. ഭക്ഷണം പൊതിയാനും വാഴയില വേണം. ഏത്ത വാഴക്കായ് കൊണ്ട് ഉപ്പേരിയും ശർക്കര പുരട്ടിയതും പായസവും ഉണ്ടാക്കാം. വാഴച്ചുവട്ടിലുണ്ടാകുന്ന കന്ന് മുളച്ച് പുതിയ വാഴത്തൈ മുളയ്ക്കുന്നു. മനസ്സിലായോ? അപ്പോൾ വാഴയെക്കുറിച്ച് എഴുതി മനസ്സിലായല്ലോ. ടീച്ചറിന് ഇഷ്ടപ്പെട്ട ഒരു സസ്യത്തെക്കുറിച്ച് എഴുതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സസ്യത്തെക്കുറിച്ച് എഴുതാം. ഓക്കെ, അറിയാത്തവർക്ക് ഇത് പഠിച്ചു വെക്കാം കേട്ടോ. താളിയായി ഉപയോഗിക്കുന്ന ഇലകൾ. താളിയായി ഉപയോഗിക്കുന്ന ഇലകൾ ഏതൊക്കെയാണ്? ചെമ്പരത്തി ഇല, വെണ്ടയില, വെള്ളില. ചെമ്പരത്തി ഇല, വെണ്ടയില, വെള്ളില. വരുമാനത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാം? വരുമാനത്തിന് വേണ്ടി തെങ്ങ്, പച്ചക്കറികൾ, മരിച്ചീനി, വാഴ, റബ്ബർ, കുരുമുളക്, ഇഞ്ചി, ഗ്രാമ്പു, ഏലം, കാപ്പി. വരുമാനത്തിന് വേണ്ടി എന്തൊക്കെ കൃഷി ചെയ്യാം? തെങ്ങ്, പച്ചക്കറികൾ, മരിച്ചീനി, വാഴ, റബ്ബർ, കുരുമുളക്, ഇഞ്ചി, ഗ്രാമ്പു, ഏലം, കാപ്പി. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവോ അതൊക്കെ എഴുതാട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ. വരുമാനത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവ. അടുത്ത എന്താണെന്നറിയാവോ? കടങ്കഥയാണ്. ഇവിടെ ടീച്ചർ 4 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 4 ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ പറയണം. ഒന്നാമത്തെ ചോദ്യം, അമ്മ കറുമ്പി, മോള് വെളുമ്പി, മോളുടെ മോളൊരു സുന്ദരിക്കുട്ടി. എന്താണെന്നറിയാവോ? ഇതൊരു ഇലയാണ്. അമ്മ കറുമ്പി, മോള് വെളുമ്പി, മോളുടെ മോളൊരു സുന്ദരിക്കുട്ടി. ആരാണ്? ഒരു ഇലയാണ്. താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അറിയാവോ? ആൻസർ വെള്ളില. എന്താ? വെള്ളില. അമ്മ കറുമ്പി, മോള് വെളുമ്പി, മോളുടെ മോളൊരു സുന്ദരിക്കുട്ടി. വെള്ളില. തൊട്ടാൽ ഉറങ്ങും, തൊട്ട് വിളിച്ചാൽ ഉണരില്ല. തൊട്ടാൽ ഉറങ്ങും, തൊട്ട് വിളിച്ചാൽ ഉണരില്ല. ആരാണ്? യെസ്, തൊട്ടാവാടി. ഏതാണ് സസ്യം? തൊട്ടാവാടി. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാർ. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാർ. ഇതൊരു കായാണ്. ആ കായുടെ അടിയിൽ തൊപ്പി പോലെ ഒന്നുണ്ടാവും. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാർ. കുലയായിട്ടാണ് ഉണ്ടാവുക. ആൻസർ അടയ്ക്ക. എന്താണ്? അടയ്ക്ക. കവുകിലുണ്ടാകുന്ന അടയ്ക്ക. ഇത്തിരി കുഞ്ഞനൊരൊറ്റ കണ്ണൻ. ഇത്തിരി കുഞ്ഞനൊരൊറ്റ കണ്ണൻ. ഇത്തിരി കുഞ്ഞാണ്, ഒറ്റക്കണ്ണൻ. ഇത്തിരി കുഞ്ഞനൊരൊറ്റ കണ്ണൻ എന്താണെന്നറിയാവോ? കുന്നിക്കുരു. എന്താണ്? കുന്നിക്കുരു. അപ്പോൾ കടങ്കഥ എഴുതാൻ ചോദിച്ചാലും കടങ്കഥ ചോദിച്ചാലും ഉത്തരം എഴുതാൻ അറിയാലോ? അറിയാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.